ഈ കേസിന്റെ പ്രാധാന്യം എന്താണെന്ന് മുരളിക്ക് നന്നായിട്ട് അറിയാം അല്ലേ? മാഡം, നന്ദൻ പ്രതിയാണോ അല്ലയോ എന്നുള്ളതല്ല, നന്ദനെ ഞങ്ങൾക്ക് ചോദ്യം ചെയ്യണം. അതിന് നന്ദൻ ഇവിടെ വേണം. നന്ദൻ എവിടെയാ ഉള്ളതെന്ന് മുരളിക്ക് നന്നായിട്ട് അറിയാം. എവിടെയാ ഉള്ളതെന്ന് ഞങ്ങളോട് പറഞ്ഞേ പറ്റൂ. മുരളി, ഒരു പൗരനെന്ന നിലയ്ക്ക് സമൂഹത്തോട് കുറച്ചെങ്കിലും ഒന്ന് ഉത്തരവാദിത്തം കാണിക്കണം. നന്ദൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. ആവശ്യത്തിലധികം മര്യാദയാണ് ഞാൻ നിന്നോട് കാണിച്ചുകൊണ്ടിരിക്കുന്നേ. അറിയില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടു പോകാന്നാണെങ്കിൽ അത് പറ്റില്ല. നന്ദൻ എവിടെയാ ഉള്ളതെന്ന് നിനക്കറിയാം. അത് നീ പറഞ്ഞേ പറ്റൂ. മുരളി, നീയായിട്ട് പറയണോ അതോ നിന്നെ കൊണ്ട് പറയിക്കണോ എന്നുള്ളത് നീ തീരുമാനിക്കണം. പുറത്തു നീ ഞങ്ങളെ ഒരുപാട് പരീക്ഷിച്ചു, ഇനി അത് നടക്കില്ല. സർ, നന്ദൻ നിരപരാധിയാണ്. അതുകൊണ്ട് അവ എവിടെയാണെന്ന് നീ പറയില്ലെന്നാണോ? എനിക്കറിയില്ല സാറേ. നിനക്കറിയില്ലെങ്കിൽ പിന്നെ നീ എവിടെ പോയതാടാ? ഇവരെ കണ്ടപ്പോ നീ എന്തിനാ ഓടിയത്? ദേഹം നൊന്താലേ അവൻ കാര്യം പറയുള്ളൂ മാഡം. ദേഹം നൊന്താലും മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് ഞാനൊന്നും പറയില്ല സാറേ. എങ്കിലതൊന്ന് അറിയണമല്ലോ മുരളി. ഷൈജ, സക്കീറെ, നീ നിനക്ക് അറിയില്ലല്ലേ? നിനക്കറിയില്ലല്ലോ. സാർ, മുരളിയെ കൈ കിട്ടിയിട്ടുണ്ട്. ഇല്ല, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. സാർ, നോക്കട്ടെ. അവൻ പറയും. പറഞ്ഞില്ലെങ്കിൽ അവനെ കൊണ്ട് ഞങ്ങൾ പറയിക്കും. പറഞ്ഞിട്ട് അവൻ ഇവിടുന്ന് വിടും. നീ പറഞ്ഞിട്ട് ഇവിടുന്ന് പോകും. ഓക്കെ സാർ. എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്കറിയില്ല സാർ. ഇനി പറ മുരളി. എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു കഴിഞ്ഞു മാഡം. ഷൈജ, ഇവനെ കൊണ്ട് പറയിക്കാൻ പറ്റുമോ നോക്ക്. ഞാൻ കുറച്ച് കഴിഞ്ഞു വരാം. കുഞ്ഞെ, നന്ദമോന് വേണ്ടിയല്ലേ ഞാൻ ഈ അനുഭവിക്കുന്നത്. ഞാനിവിടുത്തെ ജോലിക്കാരിയായി പോയി. നന്ദമോനും മുരളിയും കൂട്ടുകാരിയായി പോയി. ഇതാണോ ഞങ്ങൾ ചെയ്ത കുറ്റം? ആണോ കുഞ്ഞെ? അതിനല്ലേ ഞങ്ങൾ ഇത്ര കണ്ണീര് കുടിക്കുന്നത്? ഭാർഗവി, നിന്റെ കണ്ണീര് കാണുമ്പോ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. നിങ്ങൾക്ക് എന്ത് വിഷമാ കുഞ്ഞെ? കാശുള്ളവർക്ക് ഒന്നും സംഭവിക്കില്ല. നന്ദുമോനെ പോലീസ് കൊണ്ടുപോയോ? ഇല്ലല്ലോ. മുരളിയെ 2 തവണയല്ലേ പോലീസ് കൊണ്ടുപോയത്? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.